ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം നടത്തുമെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി അമേരിക്ക പല വിധത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ്. 100 തവണയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്നും ഇറാനിലേക്ക് കടന്നുകയറ്റമുണ്ടാകുമെന്നും പല വിധത്തിൽ പല രൂപത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. അതായത് ഒരു ദിവസം ശരാശരി 3 തവണയെങ്കിലും ഇറാനെ തകർക്കും, ഇറാനെ ആക്രമിക്കും, ഇറാനിലെ പ്രക്ഷോഭകർക്ക് പിന്തുണ കൊടുക്കുമെന്ന മട്ടിൽ ട്രംപ് പലയിടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ അവതരിച്ചിട്ടുണ്ട് അത്രേ. പക്ഷേ ഒരു മാസം പിന്നിട്ടിട്ടും ട്രംപിൻ്റെ പറച്ചിലുകൾക്കും തള്ളുകൾക്കും അപ്പുറം ഇറാൻ്റെ രോമത്തിൽ തൊടാൻ ട്രംപിന് സാധിച്ചില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ ചർച്ചയാവുകയും ഒരു കോമാളി എന്ന നിലയിൽ അല്ലെങ്കിൽ തള്ളുകളുടെ അപ്പോസ്തൽ എന്ന നിലയിൽ ട്രംപിനെ ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്തതോടെയാണ് പൊടുന്നനെ ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഇറാനിലേക്ക് ഒരു വലിയ സൈനിക നീക്കത്തിന് ട്രംപ് ഉത്തരവിടുന്നത്. ആരും അറിയാതെ തീർത്തും രഹസ്യമായി നടത്തിയ ഓപ്പറേഷൻ തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞാണ് ലോകമാധ്യമങ്ങളും വാർത്താ ഏജൻസികളും അക്കാര്യം അറിയുന്നത് തന്നെ. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ എന്ന പടുകൂറ്റൻ കപ്പലും അതിനോടനുബന്ധിച്ചുള്ള യുദ്ധവിമാനങ്ങളും ഒപ്പം നിരവധി ചെറു യുദ്ധക്കപ്പലുകളുമൊക്കെയായി ഒരു വലിയ അമേരിക്കൻ കപ്പൽ പട തന്നെ നേരെ ഇറാനിലേക്ക് നീങ്ങുകയാണ് എന്ന്. ഇറാനിലേക്കുള്ള ആ നീക്കം എന്തിനായിരുന്നു എന്ന ചോദ്യം ലോകം ഉന്നയിച്ചപ്പോൾ ഇത് ആവശ്യം വന്നേക്കില്ല, പക്ഷേ ഞങ്ങൾ ഇറാന് നേരെ നീങ്ങുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് അത് പറയുന്നത് തന്നെ അവരുടെ എയർഫോഴ്സിൻ്റെ ഒരു വിമാനത്തിലിരുന്നു കൊണ്ടാണ്. അതായത് ഏത് നിമിഷവും കടലിലൊരു വലിയ യുദ്ധനീക്കം ഉണ്ടാകും. ട്രംപ് ആകാശത്തിരുന്ന് അത് നിരീക്ഷിക്കും. ഉടൻ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പിടിയിലാകും. എന്താണോ വെനസ്വേലയിൽ സംഭവിച്ചത് സമാനമായ രീതിയിൽ ട്രംപിൻ്റെ ഡെൽറ്റ ഫോഴ്സ് ഇറാനെ കാർന്ന് തിന്നും എന്ന നിലയിലേക്കൊക്കെ വലിയ വിലയിരുത്തലുകൾ ഇതിന് തൊട്ടു പിന്നാലെ വന്നു. അതായത് ലോകം മുഴുവൻ പശ്ചിമേഷ്യയിൽ ഒരു വമ്പൻ യുദ്ധത്തിൻ്റെ പ്രതീതി കണ്ടു. അത് ഉടൻ തന്നെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. ഏത് നിമിഷവും ഇറാൻ തകർന്ന് തരിപ്പണമാകുമെന്ന നിലയിൽ ഇവിടെ പലരും മനക്കോട്ടകൾ കെട്ടി. പാശ്ചാത്യ മാധ്യമങ്ങൾ ട്രംപിൻ്റെ കടുത്ത നിലപാടിനെ വാഴ്ത്തിക്കൊണ്ട് പല ലേഖനങ്ങളും എഴുതി, വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. പക്ഷേ 3-ാം ദിവസമായിട്ടും അമേരിക്കൻ പടക്കപ്പലുകൾ കടലിൽ തെക്ക് വടക്ക് ഓടുന്നതല്ലാതെ ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു പൊട്ടാസ് പൊട്ടിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഈ പടക്കപ്പലുകൾ മുഴുവനും കടലിൽ മുക്കിക്കളയാനുള്ള സർവ്വസന്നാഹങ്ങളും എടുത്തുകൊണ്ട് തയ്യാറായി നിൽക്കുകയാണ്. വേണമെങ്കിൽ ഒരു പ്രത്യാക്രമണം എന്ന് വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കാം. അത് സാങ്കേതികമായാണ്, ഒരിക്കലും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണമല്ല. ഒരു ആക്രമണത്തിനുള്ള കാഹളം മുഴക്കിക്കൊണ്ട് പ്രാഥമികമായ ഒരു ആക്രമണ നീക്കം അമേരിക്ക നടത്തുമ്പോൾ മറുവശത്ത് അതിനെതിരായുള്ള സന്നാഹങ്ങൾ മുഴുവൻ നിരത്തി അത് ഒരു വലിയ പ്രഖ്യാപനമായി ട്രംപിന് മുന്നിലേക്ക് വെച്ചുകൊണ്ട് സാങ്കേതികമായൊരു പ്രത്യാക്രമണം ഇറാനും നടത്തിയിരിക്കുന്നു. നോക്കുക, ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൽ അല്പസമയം മുമ്പ് വന്നൊരു വാർത്ത. According to Nor News, a local news outlet cited by Associated Press, Revolutionary Guard Commander General Mohammad Pakpour warned the United States and Israel to avoid any miscalculation. The Islamic Revolutionary Guards and dear Iran stand more ready than ever, finger on the trigger to execute the orders and directives of the Commander-in-Chief. നോർ ന്യൂസ് കോട്ടഡ് പാക്പോർ ആസ് സെയിങ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ പടക്കപ്പലുകളും വൻ യുദ്ധസന്നാഹങ്ങളും ഇറാൻ്റെ തീരം ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അത് ഏത് വഴിക്കാണ് പോകുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ട്. പല വാർത്തകളും പരിശോധിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് ഈ കപ്പലുകൾ പോകുന്നതല്ലാതെ ഇറാൻ്റെ സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കടന്നുകൊണ്ടൊരു വെല്ലുവിളിയൊന്നും നൽകാൻ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇറാനുമായി ചേർന്ന് കിടക്കുന്ന അറബ് രാജ്യങ്ങളുടെ കടൽ മേഖലകളിലൂടെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് പോവുകയാണ്. എന്തിനാണിത് പോകുന്നത് എന്നത് സംബന്ധിച്ച് അതിലുള്ള ആയിരക്കണക്കിന് സൈനികർക്ക് പോലും ഒരു ധാരണയും ഉണ്ടാകില്ല. ട്രംപിനെ സംബന്ധിച്ച് പേടിപ്പിക്കുക, ഇറാനെ ഭയപ്പെടുത്തുക, ഭയപ്പെടുത്തി വരുതിയിലാക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഈ നീക്കത്തിലില്ല. പക്ഷേ ഇറാൻ അടി തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ഫിംഗർ ഓൺ ദ ട്രിഗർ എന്നാണ്. അതായത് ഞങ്ങളുടെ വിരലുകൾ
ട്രിഗറിലാണ്. അതായത് ഈ വരുന്ന പടക്കപ്പലുകളെ തകർക്കാനും അതുപോലെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയ്ക്കും തിരിച്ചടി കൊടുക്കാനും ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അതായത് ഇറാൻ്റെ ഏറ്റവും പ്രധാനമായ സൈനിക മേഖല അല്ലെങ്കിൽ സൈനിക സംഘത്തിൻ്റെ തലവന്മാരിലൊരാളായിട്ടുള്ള കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള പാക്പൗറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, മുഹമ്മദ് പാക്പൗർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ അടവായിരുന്നു, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കമെന്ന നിലയിലായിരുന്നു ഈ പറയുന്ന യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് അയച്ചുകൊണ്ടുള്ള നീക്കം. ഈ നീക്കം നടക്കുന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങളടക്കം, അതായത് മലയാളത്തിലെ മാധ്യമങ്ങളടക്കം പറഞ്ഞിരുന്നൊരു കാര്യം, ഖാംനെയി ഒളിവിൽ പോയി, ഖാംനെയിയെ ഉടൻ പിടികൂടും, ഖാംനെയിയെ പിടികൂടി അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഇത്രയും വലിയ സന്നാഹങ്ങൾ ഇറക്കുന്നത്. ഈ സന്നാഹങ്ങൾക്ക് മുൻപിൽ ഇറാൻ പേടിച്ചു പോകും. ഇറാന് വഴിപ്പെടുകയല്ലാതെ, അതായത് ഇറാന് അമേരിക്കയോട് സന്ധി ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇറാൻ്റെ പതനത്തിലേക്കുള്ള പോക്കാണിത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ അമേരിക്ക വരിഞ്ഞു കെട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു ലോജിക്കുമില്ലാത്ത വാർത്തകളോ വീഡിയോകളോ പരാമർശങ്ങളോ ഒക്കെ ഈ അന്താരാഷ്ട്ര യുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റാണ് എന്ന് തെളിയുന്ന വിധത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഒക്കെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുന്നത്. എന്താണ് ആ വിവരങ്ങൾ? അതായത് ഇറാൻ ഒരു തരത്തിലും ഭയപ്പെടുകയോ കീഴ്പ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുകയോ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഞങ്ങളുടെ വിരലുകൾ ട്രിഗറുകളിലാണ്, കാഞ്ചികളിലാണ്, ഞങ്ങൾ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നത് എപ്പോഴാണ്? തങ്ങളുടെ സർവേലൻസിനുള്ളിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടന്ന 3-ാം ദിവസമാണ്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാണ്. അതായത് ആദ്യത്തെ 2 ദിവസം ഇറാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന നിലയിൽ എപ്പോഴും പറയുന്ന വാചകങ്ങളാണെങ്കിൽ, അമേരിക്കൻ കപ്പലുകൾ തങ്ങളുടെ റഡാറിനുള്ളിലേക്ക്, അതായത് തങ്ങളുടെ പരിധിക്കുള്ളിലേക്ക് തങ്ങളുടെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ആക്രമിക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് ഈ പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വ്യൂഹങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വലിയ സന്നാഹങ്ങൾ എത്തിയതോടുകൂടി തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ഇറാൻ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഏത് നിമിഷവും ഒരു ഭയാനകമായ ആക്രമണം അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ കോടിക്കണക്കിന് $1 മില്യൺ വില വരുന്ന യുദ്ധക്കപ്പലുകൾ തകരാറിലാകും. അതുപോലെ തന്നെ അനുബന്ധ കപ്പലുകൾ താഴെ പോകും. വിമാനവാഹിനി കപ്പലുകളാണ്, യുദ്ധവിമാനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാകും. അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ അവരുടെ യുദ്ധസന്നാഹങ്ങൾക്ക് ലഭിക്കാത്ത വിധത്തിലുള്ള വലിയ തിരിച്ചടിയായിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പോറൽ ഇറാന് നേരെ വീഴ്ത്തിയാൽ പിന്നെ സംഭവിക്കുന്നതൊക്കെയും അമേരിക്കയുടെ തിരിച്ചടികൾ, അതായത് അമേരിക്കയുടെ ഇത്രയും വലിയ സൈനിക സന്നാഹങ്ങളുടെ തകർച്ചയായിരിക്കും. അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ IRGCയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ നീക്കങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ട്രംപിനെ സംബന്ധിച്ച് ഗുരുതരമായ തോൽവി തന്നെയാണ്. അതായത് ഇത്രയും വലിയ സന്നാഹങ്ങൾ ഇറാനിലേക്ക് അയക്കുമ്പോൾ ഇറാൻ ഭയപ്പെടുമെന്ന് കരുതിയ ട്രംപിന് തെറ്റിയിരിക്കുന്നു. ട്രംപിന് ഗുരുതരമായ തോൽവി ഉണ്ടായിരിക്കുന്നു. വജ്രായുധങ്ങൾ ഇറക്കി തന്നെയാണ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. അതായത് ഞങ്ങളുടെ വിരലുകൾ ട്രിഗറുകളിലാണ്, എല്ലാം ഞങ്ങൾ തകർക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ അത്രയും മികവുറ്റ, അത്രയും ശക്തമായ ആയുധങ്ങൾ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ട് തന്നെയാണ് ഈ വെല്ലുവിളിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക അങ്ങ് ചെന്ന് കയറിക്കൊടുത്തു ഇറാൻ്റെ കെണിയിലേക്ക് എന്ന് തന്നെ വേണം പറയാൻ. ഇറാനാണെങ്കിൽ അമേരിക്കയുടെ സന്നാഹങ്ങൾ വരുന്നതും കാത്ത് 2 ദിവസം നിശബ്ദമായിരുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ അമേരിക്കൻ പടക്കപ്പലുകൾ സർവേലൻസിലായതോടുകൂടി ആയുധങ്ങൾ വിന്യസിച്ച് ഒരൊറ്റ ഞെക്കിൽ അമേരിക്കയുടെ മുഴുവൻ സന്നാഹങ്ങളും തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അമേരിക്കയുടെ ഈ പറയുന്ന യുദ്ധക്കപ്പലുകളൊക്കെ മുമ്പ് ഇറാൻ്റെ ഒരു പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിലൊക്കെ ഈ പറയുന്ന ചെങ്കടലിൻ്റെ പരിസരത്തൊക്കെ മുമ്പ് വിന്യസിച്ചതാണ്. അന്നും ഈ യുദ്ധക്കപ്പലുകൾ കൊണ്ട് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഹൂത്തികളുടെ വലിയ തിരിച്ചടിയെ തുടർന്ന് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. സമാനമായ നിലയിൽ ഇവിടെയും, സമാനമെന്ന് പറഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഹൂത്തികളെക്കാൾ കനത്തിൽ വലിയ ആഘാതത്തിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ത്രിശങ്കുവിൽ കുടുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ, ഗുരുതരാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ട്രംപ് ഈ ഒരു നീക്കത്തിലൂടെ എന്ന് തന്നെ പറയാം.